നടൻ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീട്ടിൽ കസ്റ്റംസ് പരിശോധന. ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തിയെന്ന പരാതിയിലാണ് പരിശോധന. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനം ഇറക്കുമതി തീരുവ നൽകാതെ കടത്തിയെന്നാണ് പരാതി. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഇത് എന്തുതരം വാഹനമാണ്? അജിൻസ്, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് നടന്മാരായ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിൽ കൊച്ചിയിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. കൊച്ചിയിലെ ഇരുവരുടെയും വീടുകളിലാണ് കസ്റ്റംസ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതായത് ഭൂട്ടാനിൽ നിന്നും വാഹനം കടത്തി എന്ന പരാതിയിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനം ഇറക്കുമതി തീരുവ നൽകാതെ കടത്തി എന്നാണ് പരാതി. നേരത്തെ സംബന്ധിച്ച് ചില രാജ്യവ്യാപക റെയ്ഡുകൾ കസ്റ്റംസ് നടത്തിയിരുന്നു. അതായത് ഭൂട്ടാനിൽ നിന്നും പട്ടാളം ഉപേക്ഷിച്ച 40ഓളം വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തി എന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു. അത് ഹിമാചലിലെത്തിച്ച് ഹിമാചൽ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം പിന്നീട് രാജ്യവ്യാപകമായി വിറ്റു എന്നാണ് പരാതി. ആ പരാതിയിൽ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വാഹനങ്ങൾ 35 മുതൽ 45 ലക്ഷം രൂപയ്ക്ക് വരെ ഇന്ത്യയിൽ പലർക്കും വിറ്റു എന്ന പരാതി ഉണ്ടായിരുന്നു. ഈ പരാതിയിലാണ് കേരളത്തിൽ നിന്നും 3 പേർ ഈ വാഹനം വാങ്ങിയെന്ന് കസ്റ്റംസിന് വിവരം ലഭിക്കുന്നത്. അത് 2 നടന്മാരും ഒരു സംവിധായകനും ഇത്തരത്തിൽ വാഹനം വാങ്ങിയെന്നാണ് പരാതി ലഭിച്ചിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 നടന്മാരുടെ വീട്ടിൽ, നടൻ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീട്ടിൽ ഇപ്പോൾ പരിശോധന തുടരുന്നത്. ഇന്ന് രാവിലെ 9 മണിക്കാണ് കൊച്ചിയിലെ കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഇരുവരുടെയും വീടുകളിൽ നടത്തുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റും കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ ഉയർന്നു വന്ന പരാതി, അതായത് ഇത്തരത്തിൽ രാജ്യവ്യാപകമായി തന്നെ ഒരു പരിശോധന കസ്റ്റംസ് നടത്തിയിരുന്നു. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനം ഇറക്കുമതി തീരുവ നൽകാതെ അവിടെ നിന്നും കടത്തി ഇന്ത്യയിൽ എത്തിച്ച ശേഷം ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ശേഷം പിന്നീട് അത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പലർക്കും വിറ്റു എന്നാണ് പരാതി. 40ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ എത്തിച്ചു എന്ന് പരാതി നേരത്തെ വന്നിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 വാഹനങ്ങൾ കേരളത്തിലുള്ള 3 സെലിബ്രിറ്റികൾ വാങ്ങിയെന്ന ഒരു വിവരം കസ്റ്റംസിന് ലഭിക്കുന്നത്. ഈ പരാതിയുടെ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ 2 നടന്മാർ കൂടാതെ മറ്റൊരു സംവിധായകനും ഇത്തരത്തിൽ ഈ വാഹനം ഈ ഇറക്കുമതി തീരുവ നൽകാതെ വാഹനം വാങ്ങിയെന്ന വിവരം കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ കൊച്ചിയിലെ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ ഇത്തരത്തിൽ കസ്റ്റംസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അജിൻസ്, നിതിൻ, ഈ ഇവർ കടത്തിയ വാഹനങ്ങൾ എന്ത് വാഹനങ്ങളാണെന്ന് വല്ല വിവരമുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് വരാനിരിക്കുന്നുള്ളൂ. ഇന്ന് രാവിലെ അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത്. ആഡംബര വാഹനങ്ങളാണ് നടന്മാർ വാങ്ങിച്ചതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏത് വാഹനങ്ങളാണ്, അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ വാഹനങ്ങളാണ്, ഏത് മോഡലാണ് തുടങ്ങിയ കാര്യങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നത്. അതിൽ നിലവിൽ നമുക്ക് ലഭിക്കുന്നത് ആഡംബര വാഹനങ്ങളാണെന്ന വിവരം മാത്രമാണ് ലഭിക്കുന്നത്. അതായത് 10 ലക്ഷം രൂപയ്ക്കാണ് ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും ഒരു സംഘം കടത്തിക്കൊണ്ട് വന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പിന്നീട് ഇന്ത്യയിൽ എത്തിച്ച ശേഷം വലിയ വിലയ്ക്ക് മറിച്ചു വിൽക്കുകയായിരുന്നു. ആ വാഹനം വാങ്ങിയവരിലാണ് ഇപ്പോൾ കസ്റ്റംസ് വലിയ തോതിൽ അന്വേഷണം നടത്തുന്നത്. അതായത് 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വാഹനം പിന്നീട് 45 ലക്ഷം രൂപ വരെ വിലയ്ക്ക് മറിച്ചു നൽകുകയായിരുന്നു. ഇതിൽ വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് കസ്റ്റംസ് പറയുന്നത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 40ഓളം വാഹനങ്ങൾ ഇന്ത്യയിൽ വിറ്റിട്ടുണ്ട് എന്നാണ് നിലവിൽ കസ്റ്റംസ് കണ്ടെത്തിയിട്ടുള്ളത്. ഹിമാചൽ പ്രദേശിൽ എത്തിച്ച ശേഷം അവിടെ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് പിന്നീട് ഇത്തരത്തിൽ രാജ്യവ്യാപകമായി വാഹനം മറിച്ചു വിറ്റതെന്നാണ് മനസ്സിലാകുന്നത്. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനമെന്നാണ് നിലവിൽ കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഈ വാഹനം അത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചതെന്നോ ഏത് കമ്പനിയുടെ വാഹനമാണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കസ്റ്റംസിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നത്. അതിൽ നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 3 വാഹനങ്ങളാണ് ഇതിൽ കേരളത്തിൽ വാങ്ങിച്ചിട്ടുള്ളത്. 2 നടന്മാരും ഒരു സംവിധായകനും ഈ വാഹനം വാങ്ങി എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിൽ നടന്മാരുടെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നിതിൻ, ഈ ഇന്ത്യ ഭൂട്ടാൻ ബോർഡറിൽ കസ്റ്റം ഔട്ട് പോസ്റ്റുകളും ചെക്ക് പോസ്റ്റുകളും ഒക്കെ ഉണ്ട്. അത് മറികടന്ന് കടത്തിയെന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ അത്തരത്തിലൊരു വിവരമാണ് കസ്റ്റംസിൽ ലഭിക്കുന്നത്. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും ഇറക്കുമതി തീരുവ നൽകാതെ കടത്തിക്കൊണ്ടുവന്നു. അത് ബോർഡർ വഴി കടത്തിക്കൊണ്ടുവന്നു എന്നാണ് നിലവിൽ കസ്റ്റംസ് പറയുന്നത്. ഈ കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ പിന്നീട് ഇന്ത്യയിലെത്തിച്ച് രജിസ്റ്റർ ചെയ്ത ശേഷം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലേക്ക് മറിച്ചു വിൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഏത് സാഹചര്യത്തിലാണ്, ഏത് സമയത്താണ് ഇത് നടന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കസ്റ്റംസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് വ്യക്തത വരുത്തേണ്ടത്. ദുൽഖറിനെയും പൃഥ്വിരാജിനെയും കൊച്ചിയിലെ വീട്ടിലാണോ പരിശോധന നടക്കുന്നത്? നിലവിൽ 2 നടന്മാരുടെയും കൊച്ചിയിലെ വീടുകളിൽ കൊച്ചി കസ്റ്റംസ് തന്നെയാണ് പരിശോധന നടത്തുന്നത്. കൊച്ചിയിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും കൊച്ചിയിലെ വീടുകളിലാണ് നിലവിൽ ഈ പരിശോധന നടക്കുന്നത്. ഈ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റുമൊക്കെ ഇവർ പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ്
ഈ പരിശോധന നടക്കുന്നത്. ഈ രണ്ട് നടന്മാരും ഒരു സംവിധായകനും ഈ ഇത്തരത്തിൽ വാഹനക്കടത്ത് നടത്തി അല്ലെങ്കിൽ ഇറക്കുമതി തിരിവ് നൽകാതെ കടത്തിക്കൊണ്ടുവന്ന വാഹനം വാങ്ങിയെന്നാണ് പരാതി. ഇതുമായി സംബന്ധിച്ച് ഈ വാഹനം ഈ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവന്നത് തന്നെയാണോ നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടത് കസ്റ്റംസ് തന്നെയാണ്. പരിശോധനയ്ക്ക് ശേഷം അത്തരത്തിലൊരു വ്യക്തത വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ ഈ രാജ്യവ്യാപകമായി നടത്തുന്ന പരിശോധനയുടെ ഭാഗമായാണ് രണ്ട് നടന്മാരുടെ വീട്ടിൽ, കൊച്ചിയിൽ രണ്ട് നടന്മാരുടെ വീട്ടിൽ ഇത്തരത്തിൽ കസ്റ്റംസ് പരിശോധന നടത്തുന്നത്. ആശംസ നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിൽ കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നു. ഭൂട്ടാനിൽ നിന്ന് വാഹനം കസ്റ്റംസ് തീരുവ അടയ്ക്കാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് അവർക്കെതിരായിട്ടുള്ള പരാതി. ഇത്തരത്തിൽ 40ഓളം വാഹനങ്ങൾ ഇന്ത്യയിലെമ്പാടും കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇവരുടെ വീടുകളിലും പരിശോധന. കൊച്ചിയിലുള്ള ഇവരുടെ വീടുകളിലാണ് കസ്റ്റംസ് പരിശോധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നതേ ഉള്ളൂ. പിന്നീട് നിതിനിലേക്ക് വരാം.